വയനാട് ദുരന്തമേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ദുരന്ത സ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ KPCCക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ സൂചന. ജില്ലയിൽ 52 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3219 കുടുംബങ്ങൾ. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും സജീവം. വടക്കാഞ്ചേരി തെക്കുംകരയിൽ വീട് ഭാഗികമായി തകർന്നു. ഷോളയാറിൽ കൊമ്പൻ കബാലി ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം ആക്രമിച്ചു. ഷോളയാർ പെൻസ്ട്രോക്കിൽ നിന്നും തിരിച്ചുവരുന്നതിനിടെയാണ് തഹസിൽദാറിന്റെ വാഹനത്തിന് നേരെ കബാലിയുടെ പരാക്രമം. തഹസിൽദാരും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ പ്രളയബാധിതർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. മൂർക്കനിക്കരയിലെ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വയനാട്ടിലെ ദുരന്തമേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചാലിയാറിലെ തിരച്ചിലും ഊർജിതമാക്കും. സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരും. ദുരന്തസ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 402ആയി. 180ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഐബോർഡ് ഡ്രോൺ പരിശോധനയിലൂടെ ലഭിച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ച് 6 സോണുകളിലായി തിരച്ചിൽ തുടരുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാനായി 10 സെന്റ് സ്ഥലം നൽകാൻ സന്നദ്ധരായി ദമ്പതികൾ. പറപ്പൂർ കടാംതോടിന് സമീപം താമസിക്കുന്ന ചിറ്റിലപ്പള്ളി കുന്നത്ത് ആന്റണിയും ഭാര്യ റിട്ടയർഡ് സ്കൂൾ അധ്യാപികയായ ഷാജിമോളുമാണ് സ്ഥലം നൽകാനുള്ള സാക്ഷ്യപത്രം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് കൈമാറിയത്. മാടക്കത്തറ വില്ലേജിൽ വാരിക്കുളം എന്ന സ്ഥലത്ത് ഷാജിമോളുടെ പേരിലുള്ള 10 സെന്റ് കരഭൂമിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാനായി നൽകുന്നത്. വേലൂർ ചിറ്റിലപ്പള്ളി വീട്ടിലാണ് കർഷകനായ ആന്റണിയും ഷാജിമോളും ഇപ്പോൾ താമസിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ KPCCക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. തോൽവി പഠിക്കാൻ മുൻ മന്ത്രി KC ജോസഫ്, INTUC സംസ്ഥാന പ്രസിഡന്റ് TR ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നിവരടങ്ങുന്ന സമിതിയാണ് അന്വേഷണം നടത്തിയത്. തൃശൂർ DCC ഓഫീസിൽ നേരിട്ട് എത്തിയായിരുന്നു കഴിഞ്ഞ ജൂൺ 30-ന് KPCC ഉപസമിതി തെളിവെടുപ്പ് നടത്തിയത്. തൃശൂരിലെ തോൽവിയെ തുടർന്ന് തൃശൂർ DCC പ്രസിഡന്റിനെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് മാറ്റിയിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3.3 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മഴയ്ക്ക് ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയാത്തതിനാൽ 52 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3219 കുടുംബങ്ങളാണ് കഴിയുന്നത്. പീച്ചി, വാഴാനി, പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട് എന്നീ ഡാമുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നത് ഇപ്പോഴും തുടരുന്നു. കൂടാതെ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി തുറന്നിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാലാണ് കേരളത്തിൽ മഴ കനക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ സ്കൂളുകൾ ഇന്ന് വീണ്ടും സജീവമായി. മഴയെ തുടർന്ന് ഒരാഴ്ച സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി തുടരും. മഴ കുറഞ്ഞെങ്കിലും കരുതലോടെ സുരക്ഷിതരായിരിക്കണമെന്ന് മുന്നറിയിപ്പും ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ വീട് ഭാഗികമായി തകർന്നു. മുന്നംപറമ്പ് മേപ്പാടത്ത് പയ്യപ്പാടൻ കുമാരിയുടെ വീടാണ് തകർന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ആളപായമില്ല. ഭർത്താവ് മരിച്ച കുമാരി ഒറ്റയ്ക്കാണ് താമസം. കോൺക്രീറ്റ് വീടിന്റെ ടെറസ് ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലായതിനാൽ കുമാരി അയൽവാസികൾക്കൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. അടച്ചിട്ട് പോയിണ്ടായിരുന്നു. വീണ് കേട്ടിട്ട് അടുത്ത വീട്ടുകാർ എന്നെ വിളിച്ചു വന്നപ്പോൾ മൊത്തം വീണ് കിട്ടുന്നു. പിന്നെ പിക്കിഞ്ഞതൊന്നും ചെയ്യാൻ മാറിയില്ല. ഞാൻ തന്നെയാണ്
പെൺകുട്ടികൾ ഇപ്പൊന്നും ചെയ്താൽ അപ്പോൾ അവർക്കും ബാധിക്കും. അപ്പം എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് ഈ കിടക്കാരാക്കി കിട്ടണം, അതിനുള്ള നടപടി ചെയ്യാം. മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ വന്നില്ല. അവർ വന്ന് നോക്കാൻ എനിക്ക് 4 ദിവസമായത്, ഇന്ന് വരെ കടന്നു നോക്കിയിട്ടില്ലേ. ഷോളയാറിൽ കൊമ്പൻ കബാലി ചാലക്കുടി ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം ആക്രമിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ MG രഞ്ജിത് കുമാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഷോളയാർ ഡാമിന്റെ പെൻസ്ട്രോക്ക് പൈപ്പിനടുത്ത് വച്ചായിരുന്നു സംഭവം. കാലവർഷക്കെടുതിയിൽ നാശമുണ്ടായ മലക്കപ്പാറയിലെ കപ്പായം ആദിവാസി ഊര് സന്ദർശിച്ച ശേഷം ചാലക്കുടിയിലേക്ക് വരികയായിരുന്നു ഉദ്യോഗസ്ഥർ. റോഡരികിൽ കാട്ടാന കബാലിയെ കണ്ട ഇവർ ജീപ്പ് നിർത്തിയിട്ടു. ഏറെ നേരത്തിന് ശേഷം മുന്നോട്ട് എടുത്ത ജീപ്പിന്റെ അടുത്തെത്തിയ ആന കൊമ്പുകൊണ്ട് വാഹനം ഉയർത്താൻ ശ്രമിച്ചു. തുമ്പിക്കൈ കൊണ്ട് തട്ടുകയും ചെയ്തു. ഇതിനിടെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം പിന്നോട്ട് ഓടിച്ചുപോയി. തുടർന്ന് ഇവർ ഷോളയാർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചു. അവിടെ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് ആനയെ റോഡിൽ നിന്നും കയറ്റിവിട്ടത്. ഒരാഴ്ചയായി കബാലി റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്നുണ്ട്. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, നേതാക്കന്മാരായ ജെയ്ജു സെബാസ്റ്റ്യൻ, TM രാജീവ്, KC അഭിലാഷ്, KM വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂരിൽ വെള്ളപ്പൊക്കത്തിന് ഇരയായവർക്ക് അടിയന്തരമായ ധനസഹായം അനുവദിക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഡാം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്നും സ്ഥലം MLAയും മന്ത്രിയുമായ കെ രാജൻ തികഞ്ഞ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതെന്ന് മെമ്പർമാർ ആരോപിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ വെള്ളം കയറിയ പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ അരോഷ് TA, ജിനോ TC, മിനി റെജി തുടങ്ങിയവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. പീച്ചി ഡാം പൂർണ്ണമായി തുറന്നുവിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി മൂർക്കനിക്കര നിവാസികൾ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബുധനാഴ്ച ധർണ നടത്തുമെന്ന് മൂർക്കനിക്കരയിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മൂർക്കനിക്കര റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നാട്ടുകാർ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പീച്ചി ഡാം പൂർണ്ണമായി തുറന്നുവിട്ടതിനെ തുടർന്ന് നടത്തറ പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ ജനങ്ങളുടെ ജീവിതം വെള്ളപ്പൊക്കത്താൽ ദുരിതപൂർണമായിരുന്നുവെന്ന് വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അന്നമനട വെണ്ണൂർ പാടത്ത് ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ ബസ് താഴുകയായിരുന്നു. പരിക്കേറ്റവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആത്മഹത്യ ചെയ്ത ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ഇന്ത്യൻ കോഫി ഹൌസ് തൊഴിലാളികൾക്ക് 25% ശമ്പള വർധന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ തൊഴിലാളികൾ ധർണ നടത്തി. തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിന് മുൻപിൽ നടന്ന ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോഫി ഹൌസ് യൂണിയൻ ജനറൽ സെക്രട്ടറി CK രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് KF ദേവി, ട്രഷറർ RV ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും അതിഥി തൊഴിലാളിയുമായ അന്താനുഷ് എക്കയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച അമൃത TV തൃശൂർ ബ്യൂറോ ക്യാമറാമാൻ PV അയ്യപ്പന്റെ ഭൗതിക ശരീരം പ്രസ് ക്ലബ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വച്ചു.
കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ്, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് O രാധിക, സെക്രട്ടറി പോൾ മാത്യു, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഭാരവാഹികൾ, BJP വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിൽ മൃതദേഹം സംസ്കരിച്ചു. വയനാടിന് കൈത്താങ്ങായി ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും മറ്റും നിത്യ ഉപയോഗ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വയനാടിന് കൈത്താങ്ങായി കോർപ്പറേഷൻ മേയറുടെ 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും ഉൾപ്പെടെ 50,000 രൂപയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയത്. തീരാനോവായ വയനാട് ദുരന്തവും ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയും തന്റെ കർമ്മമേഖലയിലൂടെ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ എരുമപ്പെട്ടി സ്വദേശി അഞ്ജന. ചിത്രകാരൻ EVS സന്തോഷിന്റെയും കാർത്തികയുടെയും മകളാണ് അഞ്ജന. തുണിയിലും ടാർപ്പായയിലും അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെയും അർജുന്റെയും ചിത്രം വരച്ച് ധരിച്ചാണ് ചിത്രകാരി കൂടിയായ അഞ്ജന ദുഃഖത്തിൽ പങ്കുചേർന്നത്. അഞ്ജന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. മാള കാർമൽ കോളേജിലെ അവസാന വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിയാണ്. ഫാഷൻ രംഗത്തെ നൂതന മാർഗങ്ങൾ വസ്ത്രങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അഞ്ജന പങ്കുവയ്ക്കാറുണ്ട്. കീഴ്പുള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KPA കേരള ചാപ്റ്റർ പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPA സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യൂനസ് തെരുവത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഔസേബ് തിപ്പിരിയാരത്ത്, ഡോക്ടർ ഷമീർ പൂവാംപറമ്പിൽ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. താന്യം പഞ്ചായത്ത് അംഗങ്ങളായ മിനി ജോസ്, ജിനൻ മാരാത്ത്, ഉഷ സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകുമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യൂനസ് തെരുവത്ത് അറിയിച്ചു. കുട്ടി ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി 5 വയസ്സുകാരൻ വർണവ് എന്ന പാച്ചു. അച്ചമ്മ ലതയാണ് വർണവിന്റെ ആഗ്രഹം പെരിങ്ങോട്ടുകരയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ അറിയിച്ചത്. തുടർന്ന് ഭാരവാഹികൾ വസതിയിലെത്തി കുടുക്കയിലുണ്ടായിരുന്ന 4,443 രൂപ സ്വീകരിച്ചു. ചെമ്മാപ്പിള്ളി തച്ചപ്പുള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനായ വർണവ് ചെമ്മാപ്പിള്ളി LPS സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് തുടങ്ങിയവർ തുക ഏറ്റുവാങ്ങി. കുടുക്കയിൽ സ്വരുക്കൂട്ടിയ തന്റെ സമ്പാദ്യം വയനാട് ദുരിതബാധിതർക്കുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി ചന്ദ്രാപിന്നി ചിറയ്ക്കൽ മമ്പ ഉലും ഹയർ സെക്കൻഡറി മദ്രസ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസീൻ. മദ്രസ വിദ്യാർത്ഥികൾ വഴി സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അറിഞ്ഞതോടെ യാസിൻ തന്റെ കുടുക്ക പൊട്ടിച്ച് മദ്രസ സ്വദർ മുഅല്ലിം റഫീഖ് ലത്തീഫിയെ ഏൽപ്പിക്കുകയായിരുന്നു. കയ്പമംഗലം സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ സഖാഫി, മുഹമ്മദ് സയ്യിദ് മന്നാനി, ഫുഅദ് സാദി, മുഹമ്മദ് റാഫിന ഈമി തുടങ്ങിയവർ സംബന്ധിച്ചു. ചിറക്കൽ വലിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ മകനാണ് മുഹമ്മദ് യാസിൻ. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ CDS ചെയർപേഴ്സൺ വത്സല ഉണ്ണികൃഷ്ണന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു.
പുല്ലൂറ്റ് റാഹത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PN രാമദാസ്, മുഷ്താഖ് അലി, നിഷാഫ് കുരിയാപ്പിള്ളി, CS ഷാജൻ, കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ദിവസമാണ് നമ്മൾ 12 മണിക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ രാവിലെ 10 മണിക്ക് പുത്തഞ്ചിറ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമായ ഞായറാഴ്ച പുത്തഞ്ചിറ പഞ്ചായത്തിൽ 14 വാർഡുകളാണ്. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പിൽ ബാസി ജന്മശതാബ്ദി സ്മരണ സംഘടിപ്പിച്ചു. സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TA ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മഞ്ജുഹാസ് കരയാവട്ടത്ത് അധ്യക്ഷനായി. നാടക സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം, ഗുരുപൂജ അവാർഡ് ജേതാവ് മനോമോഹൻ വ്യാസ, സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച അഭിനേത്രിക്കുള്ള സത്യജിത് റേ അവാർഡ് നേടിയ നടി അമ്പിളി സുനിലിനെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc IT പരീക്ഷയിൽ 6ാം റാങ്ക് നേടിയ KK ചിൻസ്ലേയെയും ആദരിച്ചു. തോപ്പിൽ ബാസിയുടെ നാടക ഗാനങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു. ജയിൽവാസ കാലത്ത് തന്നെ എങ്ങനെയാണ് കലാരൂപങ്ങൾ, സാഹിത്യ രൂപങ്ങൾ മനുഷ്യനിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുക എന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായം നൽകി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടികയാണ് 25,000 രൂപയുടെ ധനസഹായം കളക്ടർക്ക് കൈമാറിയത്. സംഘടനാ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TK സൈദലവി, വൈസ് പ്രസിഡന്റ് വൈശാഖ് മുണ്ടൂർ, PB അംബുജം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വയനാട് ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് ചീനിക്കാസ് ഗ്രൂപ്പിന്റെ കാരുണ്യയാത്ര. തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓടുന്ന ചീനിക്കാസ് ഗ്രൂപ്പിന്റെ 30 സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ചയിലെ മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. എല്ലാ ബസ്സുകളും രാവിലെ മുതൽ വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന ബാനർ പ്രദർശിപ്പിച്ചാണ് സർവീസ് തുടങ്ങിയത്. യാത്രക്കാരിൽ നിന്നും ബക്കറ്റ് നീട്ടിയായിരുന്നു കണ്ടക്ടർമാർ യാത്രാക്കൂലി വാങ്ങിയത്. കാടുകുറ്റി സ്വദേശിയായ ആന്റണി ആൽബിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രൂപ്പിലെ ബസ്സുകളിൽ 15ഓളം എണ്ണം ചാലക്കുടി മേഖല കേന്ദ്രീകരിച്ചാണ് ഓടുന്നത്. കാരുണ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് MLA TG സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. സിവിൽ എഞ്ചിനീയർമാരുടെ അത്യാധുനിക അക്കാഡമിക അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൌൺസിലിന്റെ തൃശൂർ ചാപ്റ്റർ പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ ഹോട്ടൽ പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ച ICEC തൃശൂർ ചാപ്റ്റർ ലോഞ്ചിംഗ് ചടങ്ങ് ICEC സംസ്ഥാന വൈസ് ചെയർമാൻ എഞ്ചിനീയർ അബ്ദുൾ മുഹീഷ് ഉദ്ഘാടനം ചെയ്തു. ICEC മലബാർ സോൺ ചെയർമാൻ എഞ്ചിനീയർ അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ റഹീസ് പൂത്തലത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽ K മാത്യു, അനിമോൻ മാത്യു, ശിഹാബുദ്ദീൻ, നൌഷാദ് അലി, ഫൈസൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ജോർജ് P ഏലിയാസ് ക്ലാസ് എടുത്തു. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ നൂതന രീതികളിലും സാങ്കേതിക വിദ്യകളിലും സിവിൽ എഞ്ചിനീയർമാർക്ക് അവബോധമുണ്ടാക്കുന്നതിനായി ക്ലാസുകൾ, സെമിനാറുകൾ, പരിശീലനങ്ങൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ് തുടങ്ങിയവ സംഘടിപ്പിക്കും. BTech കഴിഞ്ഞ് 3 വർഷം പ്രവൃത്തി പരിചയമുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനെ ഫെല്ലോ മെമ്പർഷിപ്പ്, BTech കഴിഞ്ഞവർക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ്, BTech വിദ്യാർത്ഥികൾക്ക് പ്രീ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന രീതിയിൽ അംഗത്വം നൽകും. സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് കൃത്യതയും ഗുണമേന്മയുമുള്ള നിർമ്മാണങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ സിവിൽ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുവാൻ അസോസിയേഷന് കഴിയുമെന്ന് തൃശൂർ ഡിസ്ട്രിക്ട് ചെയർമാൻ സാജൻ ജോസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CG ഗിരീഷ്, ഡോക്ടർ ഹരിനാരായണൻ, സിയോജ് K ജെയിംസ്, R ജയകൃഷ്ണൻ തുടങ്ങിയവർ പറഞ്ഞു. മങ്ങാട് സെയിന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിന ആഘോഷങ്ങൾക്ക് കൊടിയേറി. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക ദിനാഘോഷ പരിപാടികൾ ഈ മാസം 25-ന് സമാപിക്കും. കൺവീനർ AT ജെയിംസ്, ജോയിന്റ് കൺവീനർ PD ബൈജു, ബവീന ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഏനാമാക്കൽ കർമ്മലമാത ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വർഗാരോഹണ ദർശന തിരുനാളിന് കൊടിയേറി. അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കോനിക്കര കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. ഏനാമാവിലെ ദർശന സമൂഹത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം, ജനറൽ കൺവീനർ ജിൽസൺ തോമസ്, TD ഔസേപ്പ്, TJ ടോമി, നടത്തു കൈകാരൻ VJ ജോബി തുടങ്ങിയവർ നേതൃത്വം നൽകി. 14-15 തീയതികളിലാണ് തിരുനാൾ. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കുടുക്കയിലെ തുക നൽകി വിദ്യാർത്ഥിനി. പള്ളിപ്പാടം ദാറുൽ ഉലും മദ്രസയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷിഫയാണ് 1 വർഷമായി ശേഖരിച്ചുകൊണ്ടിരുന്ന കുടുക്കയിലെ തുക സമസ്തയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സ്വദർ ഉസ്താദ് ഹംസ ഫൈസി കട്ടുപാറയ്ക്ക് 3350 രൂപ കൈമാറി. മുഹമ്മദ് ഫൈസി, മൊയ്തൂട്ടി മന്നാനി എന്നിവർ പങ്കെടുത്തു. മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ മണ്ണിടിച്ചിലിന്റെ ഭീഷണിയെ തുടർന്ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ താൽക്കാലികമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രാതൽ ഭക്ഷണം നൽകി. സെൻട്രൽ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് K മണികണ്ഠന്റെ നേതൃത്വത്തിൽ ചാർട്ടർ പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ, ക്ലബ്ബ് സെക്രട്ടറി P രാജേഷ്, ട്രഷറർ വ്യാസൻ പുഴയ്ക്കൽ, GMT കോർഡിനേറ്റർ രഞ്ജിത്ത് K രാജൻ, ടെയിൽ ട്വിസ്റ്റർ KP ഹരിദാസ്, അനു രഞ്ജിത്ത് എന്നിവർ സർവീസ് വോളണ്ടിയർമാരായി പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മരുതയൂർ ഡിവിഷനിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെയും ആദരിച്ചു. മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലിയോ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമേനാട്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NJ ലിയോ, ബാങ്ക് വൈസ് പ്രസിഡന്റ് CK തോബിയാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, സുനിത രാജു എന്നിവർ സംസാരിച്ചു. പാവറട്ടി കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രിനിൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PA ബാലൻ, സെക്രട്ടറി PA സുരേന്ദ്രൻ, ട്രഷറർ PV മുരളി എന്നിവർ നേതൃത്വം നൽകി. പുതുശ്ശേരി വിജയൻ, കേരളശ്ശേരി കണ്ണൻ എന്നീ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. രാമായണ മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ആയില്യപൂജ നടന്നു. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമിതി സെക്രട്ടറി രാജു മാരാത്ത്, കോമരം വാസുദേവൻ, ദേവസ്വം അസിസ്റ്റന്റ് സുമോദ്, വാസുദേവൻ നമ്പീശൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഖത്തർ പെരിങ്ങോട്ടുകര മുസ്ലിം റിലീഫ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം പെരിങ്ങോട്ടുകര മഹല്ല് ഖത്തീബ് ഷഗീർ ഫൈസി നിർവഹിച്ചു. റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി. സെക്രട്ടറി ഖാദിർ ഫിൽഫില, രക്ഷാധികാരി അഷ്റഫ് അമ്പലത്ത്, യാരത്തിങ്കൽ മഹല്ല് പ്രസിഡന്റ് ബഷീർ ഓരിപ്പറമ്പിൽ, ദുബായ് വെൽഫെയർ രക്ഷാധികാരി റഹ്മാൻ പതിപ്പറമ്പത്ത്, കുഞ്ഞി മുഹമ്മദ് തുളുവഞ്ചേരി എന്നിവർ സംസാരിച്ചു. സ്നേഹം മനസ്കരായ ഓരോ പ്രവാസികളും ഒത്തൊരുമിച്ച്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460, പവന് 51,680 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3285 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം. ദുരന്ത സ്ഥലത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിയെ സംബന്ധിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ കെപിസിസിക്ക് കൈമാറും. സംഘടനാ പ്രശ്നങ്ങളാണ് തൃശൂരിലെയും ആലത്തൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ സൂചന. ജില്ലയിൽ 52 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3219 കുടുംബങ്ങൾ. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും സജീവം. വടക്കാഞ്ചേരി തെക്കുംകരയിൽ വീട് ഭാഗികമായി തകർന്നു. ഷോളയാറിൽ കൊമ്പൻ കബാലി ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം ആക്രമിച്ചു. ഷോളയാർ പെൻസ്റ്റോക്കിൽ നിന്നും തിരിച്ചുവരുന്നതിനിടെയാണ് തഹസിൽദാറിന്റെ വാഹനത്തിന് നേരെ കബാലിയുടെ പരാക്രമം. തഹസിൽദാറും ഉദ്യോഗസ്ഥനും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ പ്രളയബാധിതർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. മൂർക്കനിക്കരയിലെ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.